നമസ്കാരം. സിറിയൻ അതിർത്തിയിലെ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം. ആ അതിർത്തിയിലെ ബഫർ സോണിൽ നിന്ന് സൈന്യത്തെ ഇപ്പോൾ പിൻവലിക്കാൻ അത്ര സൗകര്യമില്ല എന്ന രീതിയിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. തൽക്കാലം അവിടെ നിന്ന് പിൻവലിക്കാൻ തനിക്കോ തന്റെ രാജ്യത്തിനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ല എന്നും അതിലോട്ട് താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറയുന്നു. ഗോലാൻ കുന്നുകളോട് ചേർന്ന ബഫർ സോണിൽ നിന്ന് സൈന്യത്തെ പെട്ടെന്ന് പിൻവലിക്കണമെന്ന ആവശ്യമായിരുന്നു നെതന്യാഹു ഇപ്പോൾ തള്ളുന്നത്. ചിലപ്പോൾ നാളെ പിൻവലിച്ചേക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ പിൻവലത്തെപ്പറ്റി ചിന്തിച്ചേക്കാം. എന്നാൽ ഇപ്പോൾ അതായത് പെട്ടെന്ന് നടത്തണമെന്നുള്ള പിൻവലിക്കണമെന്നുള്ള കാര്യം തൽക്കാലം നടക്കില്ല എന്ന് തന്നെയാണ് നെതന്യാഹു പറയുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ബദൽ സംവിധാനം വരുന്നതുവരെ തന്നെ സിറിയൻ പ്രദേശത്ത് സൈന്യം തുടരുമെന്ന് തന്നെ നെതന്യാഹു പറയുന്നുണ്ട്. സിറിയയിലെ മൗണ്ട് ഹെർമണിയിൽ ചേർന്ന യോഗത്തിലാണ് പങ്കെടുത്ത സമയത്താണ് നെതന്യാഹുവിന്റെ ഈ പ്രഖ്യാപനം തന്നെ സംഭവിച്ചത്. ബഷാറുൽ അസദ് ഭരണകൂടത്തെ തകർത്ത് വിമതപക്ഷം സിറിയയിൽ തന്നെ അധികാരം പിടിച്ച സാഹചര്യം മുതലെടുത്തായിരുന്നു ബഫർ സോണിൽ ഇസ്രായേൽ സേനയുടെ കടന്നുകയറ്റം സംഭവിച്ചത്. ബഫർ സോണിൽ നിന്ന് സേന ഉടൻ പിന്മാറണമെന്ന അറബ് രാജ്യങ്ങളും തുർക്കിയും ആവശ്യപ്പെട്ടു. ഇങ്ങനെ ആവശ്യപ്പെട്ടു വരുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. സിറിയൻ മണ്ണിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ച് ലെബനാനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ നീങ്ങാനും ഇസ്രായേലിന് പദ്ധതിയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിനിടെ ഗസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഗസ സിറ്റിക്ക് സമീപത്തെ ദറജിൽ നിന്ന് ആക്രമണത്തിൽ 4 കുട്ടികളും 2 സ്ത്രീകളും ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിനു നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയതായി തന്നെ യമനിലെ ഹൂതികൾ അറിയിച്ചു. യമനിലെ സനായിൽ സുപ്രധാന സൈനിക കേന്ദ്രത്തിനു നേർക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്ന് ഹൂതികൾ അറിയിച്ചു. ഗസയിൽ വെടിനിർത്തൽ ചർച്ച അന്തിമഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് ഇസ്രായേൽ സർക്കാർ പറയുന്നത്. ഇസ്രായേൽ സംഘം ചർച്ചയ്ക്കായി ഉടൻ ദോഹയിലെത്തുമെന്നാണ് റിപ്പോർട്ട്. ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരിക്കെ വെടിനിർത്തൽ വൈകില്ലെന്നാണ് പ്രതിപക്ഷത്തെ US സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചത്. 2 ആഴ്ചയോളം നീണ്ട സായുധ വിപ്ലവത്തിന് ശേഷം സിറിയയിൽ സ്കൂളുകളും കോളേജുകളും തുറന്നു. വിമത സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന സായുധ നീക്കത്തെ തുടർന്ന് അടച്ചിട്ട വിദ്യാലയങ്ങളാണ് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. അതേസമയം പുതിയ ഭരണകൂടം അധികാരം ഏറ്റെടുത്ത ശേഷവും ഇസ്രായേൽ സിറിയയിൽ ആക്രമണം രൂക്ഷമായി തന്നെ തുടരുകയാണ്. UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ക്ലാസുകൾ ആരംഭിച്ചിട്ടുള്ളത്. പ്രൈമറി സ്കൂളുകൾക്ക് തുറക്കാൻ 2 ദിവസമെടുക്കും. ഇസ്രായേൽ ആക്രമണം ശക്തമായിരിക്കെ തന്നെ സിറിയയിൽ പലയിടങ്ങളിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി. ജനജീവിതം വീണ്ടും സാധാരണ നിലയിലേക്ക് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് സിറിയയിൽ പുതിയ ഭരണാധികാരികൾ തന്നെ സ്കൂളുകൾ തുറക്കാൻ ഉത്തരവിറക്കിയത്. സ്കൂളുകൾ തുറന്നുവെങ്കിലും സംഘർഷാന്തരീക്ഷം നിലനിൽക്കുന്നതിനാൽ തന്നെ മിക്ക സ്കൂളുകളും ഹാജർ നില 30% കുറവായിരുന്നു. വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ തിരിച്ചുവരവിന് ആവശ്യമായ എല്ലാ സേവനങ്ങളും സ്കൂളുകളെ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. ക്ലാസുകൾ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ നടന്നിട്ടില്ല. അസദ് ഭരണകൂടത്തിന്റെ പതനത്തിന് ശേഷം 5 ദിവസത്തിനിടെ തുർക്കി അതിർത്തി വഴി 7600 സിറിയൻ അഭയാർത്ഥികൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെന്ന് തുർക്കിയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു. വിമത വിപ്ലവത്തിന് ബഷാറുൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനും പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം ശക്തമായത്. 5 മണിക്കൂറിനിടെ 60-ലേറെ ആക്രമണങ്ങളാണ് ഇസ്രായേൽ സേന നടത്തിയത്. സിറിയൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശനിയാഴ്ച രാത്രി 5 മണിക്കൂറിനിടെ ഇസ്രായേൽ 61 മിസൈലുകൾ തൊടുത്തതായി തന്നെ യുദ്ധ നിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെക്കുകിഴക്കൻ ക്യുനായിത്രയിലെ റോഡുകൾക്ക് വൈദ്യുതി ലൈനുകളും ജലശൃംഖലകളും ഇസ്രായേൽ കരസേന തകർത്തതായി തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു.